എവരിബഡി. അപ്പം ഞാൻ പെട്ടെന്ന് ധൃതിയിലാണ് കേട്ടോ ഈ ഇൻട്രോ എടുക്കുന്നത്. പെട്ടെന്ന് ഡിസൈഡ് ചെയ്തതല്ല, നമ്മൾ ഇന്നൊരു ഗെയിം കാണാൻ പോവാണ് ടി മൊബൈൽ പാർക്കിൽ. സോ ദിസ് ഈസ് മൈ ഫസ്റ്റ് ടൈം വ്യൂയിങ് സം ഗെയിംസ് ഇൻ എ ബിഗ് അറീന. അപ്പം നമുക്ക് പോവാം. പുറത്തിറങ്ങിയപ്പോൾ ദേ കിടക്കണ നല്ല മഴയുണ്ടായിരുന്നു, പിന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു. മഴ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ മഴ പറഞ്ഞാൽ ഇങ്ങനെ ഡ്രിസ്ലിംഗ് ആണ് കേട്ടോ, ഇങ്ങനെ ചാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ പിന്നെ ജാക്കറ്റ് ഇടാതെ എന്തായാലും പുറത്ത് പോകാൻ പറ്റില്ല. ഇന്ന് നമ്മൾ കാർ എടുക്കാത്തതുകൊണ്ട് നമ്മളിന്ന് ബസ്സിലാണ് പോകുന്നത്. കാരണം നമ്മളിന്ന് അവിടെ കാർ പാർക്കിംഗ് ബുക്ക് ചെയ്തിട്ടില്ല, സുഹൃത്തുക്കളെയും ബുക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ബസ്സിൽ പോകും. ബസ്സിൽ പോകുന്ന ഒരു വൈബ് തന്നെയാണ് കേട്ടോ ഇവിടെ. പക്ഷേ മഴയുണ്ട്, അതിൻ്റേതായ ചില സാങ്കേതിക തകരാറുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാം. അപ്പോൾ ബസ്സിൽ കയറിയപ്പോൾ ഇതേ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും അവിടെ ടി മൊബൈൽ പാർക്കിലേക്ക് ഉണ്ടായിരുന്ന ആൾക്കാരായിരുന്നു തോന്നുന്നുണ്ട്. പിന്നെ നമ്മൾ ആ ബസ്സിൽ നിന്ന് ഇറങ്ങി ഇനി അടുത്ത ബസ്സിലേക്ക് കയറാൻ പോവുകയാണ്. നമുക്ക് 2 ബസ് മാറി കയറും. നമ്മളിപ്പോൾ ഒരു ബസ് കയറിയിട്ട് ഇറങ്ങിട്ടോ. ഇനി ഒരു ബസ്സും കൂടിയും പിടിക്കണം നമുക്ക് നമ്മുടെ ടി മൊബൈൽ പാർക്കിലെത്താൻ. ഇറ്റ്സ് കോൾഡ് ബസ് നമ്പർ 21. അപ്പം നമ്മൾ അതെടുക്കാൻ അതിൻ്റെ സ്റ്റോപ്പിലേക്ക് പോവാം കേട്ടോ. സോ നമ്മൾ എന്തുകൊണ്ടാണ് നമ്മുടെ കാർ എടുക്കാത്തതെന്നല്ല, ആക്ച്വലി അവിടെ നമുക്ക് ടിക്കറ്റ്സ് മാത്രമേ എനിക്ക് കമ്പനിയിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. പക്ഷേ കാറ് പാർക്ക് ചെയ്യാൻ നമ്മൾ സെപ്പറേറ്റ് എടുക്കണം. പക്ഷെ അതിന് അത്യാവശ്യം നല്ല എമൗണ്ട് ആകും. ആ എമൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് പുറത്ത് പോയി വേറെ നല്ല റെസ്റ്റോറൻറ്റിൽ പോയി ചില്ലായി ഫുഡ് അടിക്കാം. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തായാലും ബസ് ട്രാൻസ്പോർട്ടേഷൻ ഇവിടെ നല്ലതാണ് ഇവിടെ സിയാറ്റിലൊക്കെ. അപ്പോൾ ഞാൻ മുന്നേ വർക്കിന് പോയതും ബസ്സിലാണല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ ബസ് എടുക്കാമെന്ന് വിചാരിച്ചു. വെറുതെ എന്തിനാ ലാസ്റ്റ് മിനിറ്റിൽ കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മിഡ് വേ ആയി, ഇനി ഒരു ബസ്സും കൂടി എടുത്താൽ മതി. അപ്പോൾ ആ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യും. ഇനി ഒരു 4 മിനിറ്റ്സിൽ നമുക്ക് ആ ബസ് കിട്ടുമെന്ന് തോന്നുന്നു. ഇതാണ് കേട്ടോ ഓർക്ക കാർഡ്. ഈ ഓർക്ക കാർഡ് വെച്ചിട്ടാണ് ഇവിടെ നമ്മൾ ബസ്സിലൊക്കെ ട്രാവൽ ചെയ്യാൻ പോകുന്നത്. ഇത് വെച്ച് പേ ചെയ്യാം നമുക്ക്. അതായത് ഒരു 2 hours ടൈം ബേസിൽ നമുക്ക് $2.75 ചാർജ് ചെയ്യാം. അപ്പോൾ ഈ 2 hours നമുക്ക് എത്ര ബസ് കയറിയാലും ഈ ഒരു സെയിം എമൗണ്ട് ചാർജ് ആവുള്ളൂ, എക്സ്ട്രാ ഒന്നും ചാർജ് ആവില്ല. ഞാൻ മുന്നേ ഓഫീസിൽ പോയിരുന്നപ്പോൾ ഈ കാർഡ് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു സ്റ്റേഡിയം ഉണ്ടല്ലോ, ഇറ്റ്സ് കോൾഡ് ഡൊമിൻ ഫീൽഡ്. ഇത് അത്യാവശ്യം വലിയൊരു സ്റ്റേഡിയം ആണ് കേട്ടോ. നമ്മുടെ ടൈലർ സ്വിഫ്റ്റും കോൾപ്ലേ ഒക്കെ ലാസ്റ്റ് ഇയർ വന്നിട്ട് കോൺസെർട്ട് ഉണ്ടായിരുന്നില്ലേ, അത് ഇവിടെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇതേ അതിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന ഒരു സ്റ്റേഡിയം ഉണ്ടല്ലോ, അതാണ് നമ്മുടെ ടി മൊബൈൽ പാർക്ക്. അവിടേക്കാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്. അതും അത്യാവശ്യം വലിയൊരു സ്റ്റേഡിയം തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ 2ൻ്റെ അകത്തേക്ക് ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ സ്റ്റേഡിയത്തേക്ക് പോകാൻ പോകട്ടെ. ഐ എം റിയലി എക്സൈറ്റഡ്, ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഈ ഗെയിമിനെ പറ്റിയിട്ട്, ബേസ്ബോളിനെ പറ്റിയിട്ട് എനിക്ക് വല്ലാത്ത ഐഡിയ ഒന്നുമില്ല. ഞാൻ എക്സൈറ്റഡ് ആയിട്ടുള്ളത് ഈ സ്റ്റേഡിയം കാണാനാണ്. ഇതിൻ്റെ ആ ഒരു എഫക്റ്റ് ഉണ്ടല്ലോ, ഒരു ഫീൽ ഉണ്ടല്ലോ, ഒരു സ്റ്റേഡിയത്തിൽ പോയി ഗെയിം കാണുക, അതിനാണ് ഞാൻ മെയിനായിട്ടൊന്ന് പോകുന്നത്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. കുറേ ആൾക്കാർ ഇപ്പം തന്നെ ക്യൂ അപ്പ് ആയിട്ട് നിൽക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ വന്ന ബസ്സിൽ, ആ ബസ്സിലുള്ള എല്ലാ ക്രൗഡും ഇവിടേക്ക് വന്ന ആൾക്കാർ തന്നെയായിരുന്നു കേട്ടോ. ഞങ്ങൾ നേരെ നടന്ന് നേരെ ഈ പോകുന്ന ആൾക്കാർക്ക് ഇങ്ങനെ ലൈനിൽ ജോയിൻ ചെയ്ത് പോകുക തന്നെയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ 2 സെപ്പറേറ്റ് ക്യൂ ഉണ്ടായിരുന്നു കേട്ടോ. അതായത് ബാഗ് കയ്യിൽ പിടിച്ച ആൾക്കാരും അല്ലാത്ത ആൾക്കാരും. അപ്പോൾ ബാഗ് കയ്യിൽ പിടിക്കുകയാണെങ്കിൽ അവിടെ എക്സ്ട്രാ ചെക്കിംഗ് ഒക്കെ ഉണ്ടാവും. നമ്മുടെ കയ്യിൽ ബാഗും ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ നമുക്ക് സൈഡിൽ കൂടെ ഈസി ആയിട്ട് വേറൊരു എൻട്രി കൂടെ പോകാൻ പറ്റി കേട്ടോ. ഈ ടിക്കറ്റ്സ് എല്ലാം എൻ്റെ ഫോണിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അകത്ത് കയറി കേട്ടോ. പക്ഷെ അകത്ത് കയറിയപ്പോൾ വേറൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ ഗോപ്രോ ഉണ്ടായിരുന്നു, അത് തിരിച്ചു കൊണ്ടുപോയി വെക്കാൻ അവർ പറഞ്ഞു. അപ്പോൾ നമ്മൾ തിരിച്ചു കൊണ്ടുപോയി വെച്ചിട്ട് പിന്നെയും വേറെ എൻട്രി കൂടെ കയറുകയാണ് ചെയ്തത് കേട്ടോ. ഞങ്ങൾ കയറിയപ്പോഴേക്കും ഗെയിമൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബേസ്ബോളിനെ പറ്റി വല്ലാത്തൊരു ഐഡിയ ഇല്ലാത്തത് കൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഗെയിം മിസ്സായി പോകുന്നുള്ള സങ്കടമൊക്കെ ഉണ്ടാവില്ല, അതൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് സ്നാക്സൊക്കെ പോയി വാങ്ങിച്ച്, എന്തായാലും വന്നതല്ലേ, അപ്പം നല്ല കുറച്ച് സ്നാക്സൊക്കെ കഴിച്ചിട്ട് അടിപൊളിയായിട്ടിരുന്ന് കാണാമെന്നൊക്കെ വിചാരിച്ചു. അത് എടുത്ത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് ഞങ്ങൾ കണ്ട സീറ്റ് ഞങ്ങളുടെ മുകളിലാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ മുകളിലേക്ക് പോയപ്പോൾ ഈ വ്യൂ നോക്കിയ കോറിഡോർ കൂടെ ഞാൻ ആ സ്റ്റേഡിയത്തിൻ്റെ അകത്തേക്ക് കയറിയപ്പോൾ ഓ മൈ ഗോഡ്, ആ ഫീൽ ഉണ്ടല്ലോ, എൻ്റെ സാറ് വെച്ചിട്ടുള്ളതൊന്നും പിന്നെ കാണാൻ പറ്റൂല, അങ്ങനത്തെ ഒരു ഫീലായിരുന്നു. സത്യം പറയാലോ, എനിക്ക് ആ ഡയലോഗാണ് കൃത്യമായിട്ട് എനിക്ക് ആ ടൈമിൽ ഓർമ്മ വന്നത്. വല്ലാത്തൊരു ഫീലായിരുന്നു കേട്ടോ. ഇറ്റ് വാസ് ലൈക്ക് അത്രയും ആൾക്കാർ, ആ സ്റ്റേഡിയം, ആ ആൾക്കാർ ചിയർ ചെയ്യുന്നതൊക്കെ ഉണ്ടല്ലോ. ഐ വാസ് ലൈക്ക് റിയലി ഹാപ്പി.
ഗെയിം ആക്ച്വലി സിയാറ്റിൽ മറൈനേഴ്സും ടെക്സസും നമ്മളായിരുന്നു കേട്ടോ. അപ്പോൾ ടെക്സസിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു, പക്ഷേ സിയാറ്റിൽ വെച്ച് നടക്കുന്നതുകൊണ്ട് സിയാറ്റിൽ മറൈനേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരായിരുന്നു കൂടുതലുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഗൂഗിൾ ചെയ്ത് ഗെയിം കണ്ടുപിടിച്ച് ഗെയിം പഠിച്ച് അങ്ങനെ ഗെയിം മനസ്സിലാക്കി ഞാൻ കണ്ടുപിടിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ, കണ്ടുപിടിച്ചിരിക്കുകയാണ്. അങ്ങനെ വമ്പിച്ച പോരാട്ടത്തിനോട് സിയാറ്റിൽ മറൈനേഴ്സ് വിജയിച്ചിരിക്കുകയാണ്. അങ്ങനെ പടക്കം പൊട്ടിച്ച് താലപ്പൊലിയും കത്തിച്ച് എല്ലാവരും വീട്ടിലേക്ക് മടങ്ങി പോവുകയാണ്. അങ്ങനെ രാത്രി അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. ജാക്കറ്റ് കൈ പിടിച്ചത് എന്തുകൊണ്ട് നല്ലതായി. അങ്ങനെ ഞാൻ അവിടെ എത്തിയിട്ട് നമ്മുടെ ഗോപ്രോ അവിടെ ലോക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും എടുത്തിട്ട് നമ്മൾ ബസ്സിൽ കയറി ദേ വീട്ടിലേക്ക് പോവുകയാണ്. ബൈ. ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ദിസ് വീഡിയോ ആൻഡ് സീ യു ഗൈസ് ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ ബൈ.